ഇതുപോലെ ആരെങ്കിലും അതെന്തിനാ ഇതിനകത്ത് ഞാൻ വേറെ സംഭവം പറയാം. നമ്മൾ ഒരിക്കലും ഇപ്പൊ ചേട്ടന്റെ ഫോൺ കാണിച്ചിട്ട് പറഞ്ഞേട്ടെ ഇന്നത്തെ വേറെ സംഭവം ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ ഞാൻ എപ്പോഴും ലുൻഡിക്ക പറഞ്ഞൊരു കാര്യമാണ്, നമ്മള് പാസ്റ്റ് എപ്പോഴും പാസ്റ്റാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരിക്കലും ഞാൻ ഈ 6 വർഷത്തിനിടയ്ക്ക് ഞാൻ ലുൻഡിക്ക് ഒരിക്കലും ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. അതായത് ലിനു പണ്ട് പ്രണയം ഉണ്ടായിരുന്നോ, അത് എൻ്റെ ടോപ്പിക്കേ അല്ല. കാരണം ഇപ്പൊ എനിക്കൊരു പ്രണയം മുന്നേ ഉണ്ടായിരുന്നെങ്കിലും ലിനുവിന് മുന്നേ ഒരു പ്രണയം ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞു. അറ്റ് പ്രസന്റ് നമുക്കിപ്പോൾ ഇല്ല. അപ്പം നമ്മൾ ലൈഫ് എന്ന് പറയുന്നത് കാരണം ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പോൾ നമുക്ക് ദേഷ്യപ്പെടുന്ന സമയത്തായിരിക്കും നമ്മുടെ വായിൽ നിന്ന് പണ്ടത്തെ ആ പഴയ സ്റ്റോറിയൊക്കെ വരാൻ വേണ്ടി പോകും ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത്. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള പരിപാടിയിലേക്ക് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുമില്ല. അതുകൊണ്ട് ആ ചോദ്യം ലിനു മറ്റേ എന്താ പറയണ്ടേ, ഞാൻ പോലും ചോദിച്ചിട്ടില്ല, മറുപടി പറയരുത്. ഞങ്ങള് ആദ്യമായിട്ട് കാണുന്നത് അന്ന് ബിഗ് ബോസ് എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്ക്. അതെ, അപ്പൊ തന്നെ ഭയങ്കര ഞാൻ സത്യം പറഞ്ഞ ബിഗ് ബോസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊരു മോർണിംഗ് ടാസ്കിനിടയിൽ ഞാൻ ഇതിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നെ അതെ, ബിഗ് ബോസിലെ ആൾക്കാർ എന്നോട് വളരെ സ്നേഹമുള്ളതുകൊണ്ട് എന്റെ ഫുട്ടേജ് വളരെ കുറവ് മാത്രം പുറത്ത് വിട്ടത് കൊണ്ട് എല്ലാം വന്നില്ല. ഞാൻ ആക്ച്വലി സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ലിനുവിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഒരു മോർണിംഗ് ടാസ്കിനിടയിൽ പേരുൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലിനുവിന്റെ പേരുൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് വെച്ചിട്ട് തന്നെ. ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഇതേ പറഞ്ഞ പോലെ ഇണക്കങ്ങളും മടക്കങ്ങളൊക്കെ ഉണ്ടാവല്ലോ. ഇണക്കങ്ങൾ വരുമ്പോൾ കൂടുതൽ ഇരുന്ന് കരയുന്നതാരാ? ലിനുവാണ്. ഞാൻ കരയത്തൊന്നുമില്ല, ഞാൻ അങ്ങനെ കരയാറൊന്നുമില്ല. ലിനുവിൻ്റെ എപ്പോഴും ചോദിക്കാറുണ്ട് താനത്തെ കരയാത്തെന്ന്. എനിക്ക് തോന്നുന്നു ഈ 6 വർഷത്തിനുള്ളിൽ ഞാൻ കരഞ്ഞിട്ടില്ല അല്ലേ ലിനുവിൻ്റെ മുൻപിൽ വെച്ചിട്ടും. അല്ലാണ്ട് ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ അച്ചു ഭയങ്കരമായിട്ട് പെട്ടെന്ന് അവള് സങ്കടം വിടുന്ന ആളാണ്. സങ്കടം വരുമ്പോൾ പെട്ടെന്ന് എന്നെ അത് എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ്. അവള് അളിയാ വാ 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 അവള് പെട്ടെന്ന് നമ്മുടെ സിബിന പെട്ടെന്ന് അവള് സങ്കടമൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ്. ലിനു കരയാറുണ്ട്. ഞാനങ്ങനെ ഇനി ലിനുവിനെ കരയിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അവളെല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ്. സ്നേഹം വന്നാൽ ഭയങ്കരമായിട്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യും, ദേഷ്യം വന്നാൽ ദേഷ്യം എക്സ്പ്രസ് ചെയ്യും, കരച്ചിൽ വന്നാൽ കരച്ചിൽ എക്സ്പ്രസ് ചെയ്യും. പക്ഷേ ഇനി കരച്ചിൽ വരാതെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഫ്രണ്ടിലേക്ക് കൊണ്ടല്ലോ കറക്റ്റ് സമയത്ത് എത്തിയ വാ ഇങ്ങോട്ടോ. നാളെ ഇവൻ്റെ ഒരു പാർട്ടി ഉണ്ട്. അപ്പോ ഒരു താങ്ക് യു. നമുക്ക് ഇപ്പോൾ ഡാൻസ് തുടങ്ങണ്ടേ? അതെ, ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ അവന്റെ കോലം കണ്ടോ നിങ്ങൾ താഴത്തേക്ക് എടുക്ക്. ഇല്ല, നമ്മള് ഇത് കഴിയുമ്പോ ഇപ്പൊ തുടങ്ങും. നമുക്ക് പറഞ്ഞടാ, അടിച്ചു പൊളിക്കുക. ഹാപ്പി വൈഫ് ഹാപ്പി ലൈഫ്. ഓക്കെ അല്ലേ? നാട്ടിൽ അന്വേഷിച്ച് സിജോനെ കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം സിജോയുടെ വീട്ടിൽ വരും. അപ്പോൾ അന്വേഷിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സിജോയുടെ വീട്ടിലേക്ക് വരത്തില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഓക്കെയാണ്. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, ഓക്കെ പറയോ ഇല്ല എന്നുള്ളത്. കാരണം 2 ഓക്കെ പറയണം. എന്നെപ്പറ്റി അന്വേഷിക്കുമ്പോഴും ഓക്കെ പറയണം, വീട്ടിൽ വന്നതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഇവിടുത്തെ ഓക്കെ പറയണം. ഭാഗ്യവശാൽ 2 സമയത്തും പപ്പ ഓക്കെ പറഞ്ഞു. പപ്പ അങ്ങനെ ഓക്കെ പറഞ്ഞു, പപ്പയും മമ്മിയും കൂടെ ഓക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് ഞാനും പപ്പയും അമ്മയും കൂടെ ഇവളുടെ വീട്ടിലേക്ക് ചെന്നു, സംസാരിച്ചു. വിനിച്ചേട്ടനും ഷമീറിക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വേണേ പെണ്ണുങ്ങളെന്ന് പറയാം. അങ്ങനെ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പിന്നീട് ഓക്കെ കല്യാണം നടത്താമെന്ന് പറഞ്ഞത്. പിന്നെ വളരെ പെട്ടെന്ന്, സത്യം പറഞ്ഞാലുണ്ടല്ലോ, സെപ്റ്റംബർ 8-ാം തീയതി എൻഗേജ്മെന്റ് ആയിരുന്നു. സെപ്റ്റംബർ 14-ാം തീയതി ഞങ്ങൾ കല്യാണം പ്ലാൻ ചെയ്തതാണ്. സെപ്റ്റംബർ 14-ാം തീയതി കല്യാണം പ്ലാൻ ചെയ്തിട്ട് അന്ന് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഇങ്ങനെ നിന്നുകൊണ്ട് ആ സമയത്ത് എനിക്ക് കെട്ടാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കല്യാണം പോസ്റ്റ്പോൺ ചെയ്തത്. അല്ലെങ്കിൽ സെപ്റ്റംബർ 14-ാം തീയതി നടക്കേണ്ട കല്യാണം ആയിരുന്നു. അങ്ങനെ ആ സന്തോഷത്തിൽ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. ഇത്ര നാളത്തെ പ്രേമിച്ച് എന്താ പറയണ്ടേ, വീട്ടുകാരൊക്കെ സമ്മതിച്ച് കെട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം. ഈ 6 വർഷത്തിൽ ആരാ കൂടുതൽ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവുക? ഇവള്. അതിനകത്ത് എന്താ സംശയം? ഞാൻ ഓരോ പരിപാടിയായിട്ട് അങ്ങോട്ട് പോകും. ഇപ്പൊ ഞാൻ തോന്നുമ്പോഴൊക്കെ ഓരോരോ രീതിയിലൊക്കെ ആയിരിക്കും. ബിഗ് ബോസിന്റെ കാര്യം ഞാൻ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് ലിനു ഞാൻ ബിഗ് ബോസിൽ പോവാണെന്ന് ഞാൻ പറയുന്നത്. കാരണം പുള്ളിക്കാരത്തിക്ക് ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വലിയ പിടുത്തമൊന്നും എപ്പോഴും ഉണ്ടാവത്തില്ല. എല്ലാം ഒപ്പിച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഞാൻ പറയുക ഇപ്പം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പോവാ. തായ്ലൻഡും അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഞാനും സായും കൂടെ തായ്ലൻഡിലേക്കുള്ള എല്ലാ പരിപാടിയും ചെയ്ത് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പറയുന്നത് തായ്ലൻഡിൽ പോവാണ് എന്നുള്ളത്. അങ്ങനെ അതുകൊണ്ട് പുള്ളിക്കാരത്ത് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉറപ്പായിട്ടും പോവും. ഞാൻ പോവും. ഞാൻ തായ്ലൻഡിൽ പോകണേ. തായ്ലൻഡിൽ പട്ടായാലും നിങ്ങൾ എല്ലാവരും പോകണം കേട്ടോ. അങ്ങനെ പറഞ്ഞില്ല ആക്ച്വലി. സത്യം പറഞ്ഞാൽ അത് സത്യം കേട്ടോ. അങ്ങനെ ഒരു പ്രപ്പോസൽ പരിപാടി ഉണ്ടായിരുന്നില്ല. ഇല്ല അങ്ങനെ ഇല്ല. ഞാൻ ഇതിനുമുമ്പ് ഒരുപാട് പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ലിനുവിനെ പ്രപ്പോസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രപ്പോസൽ അല്ല, അല്ലാണ്ട് തന്നെ ഞാൻ എൻ്റെ കെയർ കൊടുത്ത് ലിനു വളക്കുമായിരുന്നു. അങ്ങനെയാണ്, അതാണ് അതിൻ്റെ സത്യം. അല്ലാണ്ട് പ്രപ്പോസൽ അല്ല.
വീട്ടുകാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടോ അങ്ങനെ? ആ ഇഷ്ടപ്പെട്ടു. അത് എനിക്കറിയാത്ത അതെന്താ സംഭവിച്ചത്? ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാ ഇഷ്ടപ്പെട്ടു. താല്പര്യം ആ അത് പിന്നെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് വന്നു കണ്ടു, സംസാരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ എൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ആദ്യം പപ്പയും മമ്മിയും കൂടെ എൻ്റെ വീട്ടിൽ വന്നു. ആദ്യം ഞാനിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഞങ്ങൾക്ക് സിജോയുടെ വീട്ടിലേക്കൊന്ന് വരണം, സിജോനെ ഞങ്ങൾക്ക് അറിയില്ല,